അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സമൂസ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, വലിയ ഉള്ളി, ക്യാരറ്റ്, ബീൻസ് പയർ, പച്ചമുളക്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ച കടല വേണം കേട്ടോ, അതായത് ഗ്രീൻ പീസിൻ്റെ കടല വേണം. നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. ഞാൻ കടല എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം അതിലിട്ടെടുക്കുക. ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി എല്ലാം ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട്. ഇനി ഇത് വെന്തിട്ടുണ്ട്. ഞാൻ കടല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ലേശം വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അത് വറ്റിച്ചെടുക്കാം. ഇനി നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഈ സമയത്ത് കടല വേവ് കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് മൂടിയിട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്നങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം, കറിവേപ്പില. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ഇട്ടുകൊടുക്കാം. ഇനി ലേശം ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ ചിക്കൻ മസാലൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ടൈമിൽ ഉപ്പ് കുറവുള്ളവർക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, വേണ്ടവർക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സമൂസൻ്റെ ഷീറ്റാണ്, അതേപോലെ മൈദ പശയാണ് കേട്ടോ. ചൂടുവെള്ളം ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതാ സമൂസൻ്റെ ഷീറ്റ് ഒന്ന് കോൺ രൂപത്തിൽ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അതിലിട്ട് കൊടുത്ത് ഒന്നങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് മൈദ പശ കൊണ്ട് ഒന്നങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ ടൈമിൽ എവിടെയെങ്കിലുമൊക്കെ ഓട്ട അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഈ മൈദൻ്റെ പശ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതൊക്കെ ഫില്ല് ചെയ്ത് അടച്ചു കൊടുക്കുക. എവിടെയൊക്കെ നമുക്ക് പൊട്ടിപ്പോകും തോന്നുന്ന ഭാഗങ്ങളൊക്കെ മൈദൻ്റെ പശ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതാ എല്ലാതും ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പകുതിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്, പകുതി ഞാനെടുത്ത് വെച്ചു. ഇനി ഇതൊരു ചട്ടി ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സമൂസ അതിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നാവട്ടെ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.